കണ്ണൂർ സർവകലാശാലയിൽ ചാൻസലർ നടത്തിയ ഡീൻ നിയമനങ്ങൾ റദ്ദാക്കണമെന്ന പ്രമേയം സിൻഡിക്കേറ്റ് പാസാക്കി. സർവകലാശാല ചട്ടം ലംഘിച്ചാണ് നിയമനമെന്നും കണ്ണൂർ സർവകലാശാലയിൽ തന്നെ യോഗ്യരായവർ ഉണ്ടായിട്ടും കേരളത്തിന് പുറത്തുനിന്നടക്കം ഡീൻമാരെ നിയമിച്ചത് ചട്ടവിരുദ്ധമാണെന്നുമാണ് ആരോപണം. കണ്ണൂർ സർവകലാശാലയിലെ 10 ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പുതിയ ഡീൻമാരെ നിയമിക്കാൻ മെയ് 3-നാണ് ചാൻസലർ ഉത്തരവിറക്കിയത്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ സാജു സമർപ്പിച്ച പട്ടിക ചാൻസലർ അംഗീകരിക്കുകയായിരുന്നു. സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് നിയമനമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും കോൺഗ്രസ് അനുകൂല സെനറ്റ് അംഗങ്ങളും ആരോപിക്കുന്നു. കണ്ണൂർ സർവകലാശാല ആക്ട് 1996 പ്രകാരം സർവകലാശാലയിലെ വകുപ്പ് തലവന്മാരിൽ നിന്നോ പ്രൊഫസർമാരിൽ നിന്നോ അല്ലെങ്കിൽ വിദഗ്ധരായവരിൽ നിന്നോ ആയിരിക്കണം നോമിനേഷൻ. എന്നാൽ ചാൻസലർ നിയമിച്ച 10-ൽ ഒരാൾ പോലും കണ്ണൂർ സർവകലാശാലയിൽ നിന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല. പ്രധാനമായിട്ട് സാധാരണ നടപടിക്രമം എന്ന് പറയുന്നത് സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിലും ആക്ടിലും പറഞ്ഞിട്ടുള്ളത് സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ പ്രൊഫസർമാരായിട്ടുള്ള HODമാരായിട്ടുള്ള യോഗ്യതയുള്ള ആളുകൾ അവരെയാണ് ഡീനായിട്ട് പരിഗണിക്കേണ്ടത് എന്ന് കൃത്യമായി തന്നെ ആക്ടിലും സ്റ്റാറ്റ്യൂട്ടിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ ആകെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ കണ്ണൂർ സർവകലാശാലയിലെ പഠന വകുപ്പുകളിൽ HODമാരായിട്ടുള്ള പ്രൊഫസർമാരായിട്ടുള്ള ഒരാൾ പോലും ഈ ഡീൻമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം. കേരളത്തിന് പുറത്തു നിന്നുള്ള 4 പേരെ ഡീൻമാരായി നിയമിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഡോക്ടർ ശിവരാമ റാവുവിനെ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിയായും, ഡൽഹി സർവകലാശാലയിൽ നിന്നുള്ള ഡോക്ടർ TV മണികണ്ഠനെ ഫൈൻ ആർട്സ് ഫാക്കൽറ്റിയായും, പോണ്ടിച്ചേരി സർവകലാശാലയിൽ നിന്നുള്ള ഡോക്ടർ ശ്രീകല എടന്നൂരിനെ എഡ്യൂക്കേഷൻ ഫാക്കൽറ്റിയായും, ബംഗളൂരു സർവകലാശാലയിലെ ഡോക്ടർ N സതീഷ് ഗൌഡയെ ഫാക്കൽറ്റി ഓഫ് ലോയായുമാണ് നിയമിച്ചത്. ബാക്കിയുള്ള 6-ൽ 3 പേർ കുസാറ്റിൽ നിന്നുള്ളവരാണ്. കോഴിക്കോട് IIM-ൽ നിന്നും പെരിയ കേന്ദ്ര സർവകലാശാലയിൽ നിന്നുമാണ് മറ്റ് 2 പേർ. ഫാക്കൽറ്റി ഓഫ് സ്പോർട്സായി നിയമനം ലഭിച്ച സായ് പ്രിൻസിപ്പൽ G കിഷോർ 1 മാസത്തിന് ശേഷം വിരമിക്കേണ്ടതാണ്. ചാൻസലർക്ക് VC സ്വന്തം താൽപര്യം പരിഗണിച്ചാണ് പട്ടിക സമർപ്പിച്ചതെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കുറ്റപ്പെടുത്തുന്നു. നിലവിൽ നിയമിച്ചവരെക്കാൾ യോഗ്യതയുള്ളവർ കണ്ണൂർ സർവകലാശാലയിൽ ഉണ്ടെന്നിരിക്കെ പുറത്തുനിന്നുള്ളവരെ നിയമിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സിൻഡിക്കേറ്റ് പ്രമേയവും പാസാക്കി. ന്യൂസ് മലയാളം, കണ്ണൂർ.